സുഹൃത്തുക്കളെ, ഇതാ ലൈഫിലൊരു വ്യത്യസ്തമായ ഒരു പൈസ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പൈസയാണ്. ഇതെൻ്റെ സുഹൃത്ത് പ്രീ ഡിഗ്രിക്ക് ഞങ്ങൾ ഒരുമിച്ച് പേസും അഷ്റഫിൻ്റെ മക്കളാണത്. അൽഹംദുലില്ലാ. ഇതിപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമാണല്ലോ, ചാരിറ്റി വീഡിയോ ഭയങ്കര ഇഷ്ടമാണ്. ഇവരൊക്കെ ഒരുപാട് യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ ചാനലുള്ള കുട്ടികളാണ്. ഇവരൊക്കെ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവളുടെ ചാനൽ പിന്നെ സക്സസ് ആയി. പണം കിട്ടിയപ്പോൾ ഉപ്പാനോട് പറഞ്ഞു. എന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞില്ല. ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഫസ്റ്റത്തെ റവന്യൂ ആണ്. അപ്പൊ ഫസ്റ്റത്തെ ഇങ്ങനെ ചാരിറ്റിയിൽ കൊടുക്കാന്നുള്ള പ്ലാനില് അങ്ങനെ ഉപ്പാന്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ നിങ്ങളെ വീഡിയോസ് ഒക്കെ കാണലുണ്ടല്ലോ, അപ്പൊ ഇങ്ങനെ നിങ്ങളെ വിളിച്ചിട്ട് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അങ്ങനെ നെയ്യത്തായിരുന്നു അല്ലേ? വ്ളോഗേഴ്സ് പറ്റി സാധാരണ ഒരു ധാരണ ഉണ്ട്, വെറും ഉണ്ടാക്കൽ മാത്രമാണ്, കൊടുക്കലില്ല എന്നുള്ളത്, പ്രത്യേകിച്ച് ഈ പ്രായക്കാരൊക്കെ. പക്ഷെ അങ്ങനല്ല ഉള്ളത്. ഞാൻ പരിചയപ്പെടുത്തി തരാട്ടാ. ഇവൾ തന്നു. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഡൗട്ട് ഉണ്ടാവും, എന്തിനാണ് ഈ പൈസ എൻ്റെ അടുത്ത് എന്തിനാണെന്നുള്ളത്. നമ്മൾ ഇനി പൈസ എന്താ ചെയ്യുക എന്നുള്ളത് അത് വേറൊരു വീഡിയോയിൽ കാണിച്ചതാണ്. അത് വേറെ സംഭവത്തിന് ഞാൻ ഏൽപ്പിക്കും. ഇത് 5000 റുപ്പീസ് ഉണ്ട്, ചെറിയ കാര്യമല്ല. പൊതുവേ പൈസ കിട്ടിക്കഴിഞ്ഞാൽ വാച്ച്, പാൻറ്റ്, ഷർട്ട്, ഡ്രസ്സുകൾ, ബൈക്ക്, ഐഫോണൊക്കെ പെട്ടെന്ന് എങ്ങനെ മേടിച്ച് കൂട്ടുക. വീട്ടുകാരോട് ഒരു ഉത്തരവാദിത്തമില്ലാത്തൊരു തലമുറ. ചിലതാണെങ്കിൽ ഇങ്ങനെയുള്ള വാപ്പയും മക്കളൊക്കെ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കോളി. ഞാൻ കക്കാടാണുള്ളത്. പേരൊക്കെ ഒന്ന് പറയും. പേര് പറയും. ആഹിൽ സുൽത്താൻ, സുൽത്താൻ. ഇവരെ ചാനലിന്റെ പേര് പറയും. ഇൻസ്റ്റയിലും ഉണ്ട് അല്ലേ? നിന്റെ ചാനലിന്റെ പേര് അൻസിൽ സുൽത്താൻ. യൂട്യൂബിൽ അൻസിൽ സുൽത്താൻ വ്ലോഗ്സ്. അമൽ സുൽത്താൻ തന്നെ 2 ഇൻസ്റ്റയിലും ഓക്കെ ഒക്കെ പഠിക്കുകയാണ്. ഇനി ഇവിടെ ഞാൻ നേരത്തെ സംസാരിച്ച പറഞ്ഞ എന്താ പറയുക, വേറെ എന്തോ ഒരു എയിം ഉണ്ട്, എന്തോ ഒരു ക്രാഫ്റ്റിന്റെ ബിസിനസ്. ഇപ്പൊ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ് ഫറൂഖ് കോളേജിൽ. അതേപോലെ ക്രാഫ്റ്റ് ഇങ്ങനെ ഹാമ്പേഴ്സ്, ഗിഫ്റ്റ്സ് ഒക്കെ സെറ്റ് ആക്കി കൊടുക്കണ്ടേ. അതിന്റെ പേര് ക്രാഫ്റ്റ്സ് ബൈ സുൽത്താന എന്നാണ്. അതും ഇൻസ്റ്റയിലുണ്ട്. ഓക്കെ, അപ്പൊ അവർക്ക് സക്സസ് ആവട്ടെ. ഇങ്ങനെ ഇവരൊക്കെ വളർന്നു വലുതായ ഒരുപാട് പാവങ്ങൾക്ക് തണലാവട്ടോ. എന്ത് തോന്നുന്നു സിസ്റ്ററുടെ ഒരു വലിയൊരു മനസ്സിന് എന്ത് തോന്നുന്നു? സന്തോഷം. നെട്ടിപ്പോയി. ഞാൻ പോലും നെട്ടിപ്പോയി. കാരണം ഞാൻ ആ ഒരു രീതിക്ക് ചിന്തിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഓള് പെട്ടെന്ന് അങ്ങനത്തെ രീതിക്ക് ചിന്തിച്ചപ്പോ ഞാൻ ആകെ ഷോക്കായി പോയി. കാരണം നമ്മളും ഈ ഫീൽഡിൽ കുറെ ആയി. പക്ഷെ പിന്നെ ഇവള് പെട്ടെന്ന് വന്ന് അല്ല, കാരണം എന്റെ കൂടെ ഉള്ളവരും കുറെ ഉണ്ട്. ആരും ഇങ്ങനത്തെ രീതിക്ക് ചെയ്യാൻ കണ്ടിട്ടില്ല. കാരണം നമ്മള് കുറെ ഇൻഫ്ലുവൻസേഴ്സ് മീറ്റപ്പിനും കുറെ ഇൻഫ്ലുവൻസർ ഫ്രണ്ട്സും എല്ലാരും ഉണ്ട്. പക്ഷെ ഇങ്ങനെ ചെയ്യണ ഉണ്ടാവും. വളരെ കുറവാണ്. അപ്പൊ പിന്നെ അതിന് വ്യത്യസ്തമായിട്ട് ഞാനും കുറെ ഇതിമെന്ന് ഉണ്ടാക്കിക്കണെന്നുണ്ടെങ്കിലും കൊടുക്കൂലെന്നല്ല നമ്മള് കൊടുക്കലുണ്ട്. നമ്മള് ഒരു 50,000 ഇപ്പൊ അടുത്ത് മറ്റേ നമ്മളെ കോട്ടക്കല് നമ്മളെ ഒരു മറ്റേ യത്തീം ഖാനും പിന്നെ അതേമാതിരി വയസ്സായവർ ഓരോ ഇതുണ്ടല്ലോ, അതിലേക്ക് നമ്മള് വൃദ്ധസദനം. അതെ, കൊട്ടക്കൽ ഭാഗത്തുള്ള രണ്ടത്താണിയോ പുത്തനത്താണിയോ രണ്ടത്താണിയുള്ള മറ്റേതായിരിക്കും. എന്താണ് എന്തോ മനസ്സിലായി. രണ്ടത്താണിയുള്ള പേരും കിട്ടും. ഞാൻ ഒരുപാട് സഹായം ചെയ്ത ഇതാണത്. ഹാപ്പി അല്ലേ? പ്രൗഡാണ്. ഓളെ കുറിച്ച് ആലോചിക്കുമ്പോ പ്രൗഡാണ്. നീ ഹാപ്പി? എന്ത് തോന്നുന്നു? എന്ത് തോന്നുന്നു മകളെ കുറിച്ച്? ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം എന്റെ ബ്ലോഗ് കണ്ടിട്ട് തോന്നിയതാണ്. ഓക്കെ, എന്നെ വിളിക്കാൻ പറഞ്ഞു. എന്നെ കുറിച്ച് പോലും പറയില്ല. എന്താ വെച്ചാൽ ഫൈസൽ ഖാനെ പറ്റി പറയുമ്പോൾ എന്റെ ഉപ്പാന്റെ ഫ്രണ്ടാണ്. ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് പിന്നെ എന്നെ വിളിച്ചിട്ട് തന്നെ അത് ചെയ്യാം, ഉദ്ഘാടനം അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഇനി നിറയെ പൈസ വരട്ടെ, ഒരുപാട് ആളെ സഹായിക്കട്ടെ. തുടക്കം മാത്രം. എന്താണ് വീഡിയോ ഒക്കെ ഇഷ്ടമാണ്? എന്റെ വീഡിയോ ഇഷ്ടമാണല്ലേ? നല്ല ഇഷ്ടം ആണല്ലേ? ഓക്കെ, ഹാപ്പി. സമയം കിട്ടുവേ. ഇപ്പൊ ഏതായാലും അൽഹംദുലില്ലാ നമ്മുടെ ചാനൽ ഒരുപാട് സാധാരണക്കാർക്ക് പല അവരുടെ പ്രയാസങ്ങളിൽ നിന്നും മുക്തമായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് കുറേ പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. അൽഹംദുലില്ലാ. അപ്പോൾ ഇത് കണ്ടപ്പോൾ നമുക്ക് വീണ്ടും ഉത്തരവാദിത്വം കൂടിയിട്ടുണ്ട്. ഇനി ഈ പൈസ 5000 എന്ത് ചെയ്യുന്നല്ലേ, അത് ഞാൻ നിങ്ങൾക്ക് നല്ലൊരു വീഡിയോ വേറെ സംഭവം ഉണ്ട് കേട്ടോ. അത് കാണണം, കാണാതിരിക്കില്ല. ഒരു പക്ഷേ അതിൻ്റെ മുന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ഇവരോട് ഞാൻ പറഞ്ഞിട്ടില്ല ഈ പൈസ ഞാൻ എന്താ ചെയ്യാന്നുള്ളത്. ആ വീഡിയോ വരുമ്പോൾ മാത്രമേ പറയുള്ളൂ. ഞാൻ ഇൻഷാ അല്ലാ സർപ്രൈസ് ആവട്ടെ. ഒരുപാട് സന്തോഷമായി. ഇയാൾ സന്തോഷമുണ്ട്. ചാനലൊക്കെ ഉഷാറല്ലേ മോനെ? നന്നായിട്ട് പോകും. പേര് പറഞ്ഞില്ല, ചാനലിൻ്റെ പേര് അൻസിൽ സുൽത്താൻ. ഒരുപാട് സംഗതി നടക്കട്ടെ. ഇനി നിങ്ങൾ കുടുംബം തന്നെ ഒരു നന്മയുള്ള കുടുംബമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.